ഗുഡ് മോർണിംഗ്. ഞാനിന്ന് OET സ്പീക്കിങ്ങിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. OET സ്പീക്കിങ്ങിൽ ഏതുതരം ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ് നല്ലതെന്ന് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്. അതിൽ ആദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഉത്തരം പറയേണ്ടതാണ്. അത് വൈ, വാട്ട്, ഇതുപോലെയുള്ള WH, ഹൗവും ചേർത്ത് പിന്നെ Hും ചേർത്തുള്ള ക്വസ്റ്റ്യനാണ് അതിനുവേണ്ടി ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എംബഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. എംബഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡിഡ് യു കം ടുഡേ എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് വുഡ് യു പ്ലീസ് സേ വൈ യു കെയിം ഹിയർ ടുഡേ എന്ന് ചോദിക്കുന്നത്, അങ്ങനെയുള്ള പൊളൈറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ട് ഒത്തിരി ആൻസർ പറയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അല്ലെങ്കിൽ നോ പറയണം എന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉപയോഗിക്കുന്നത്. ടാഗ്സ് എന്ന് പറഞ്ഞാൽ യു വെന്റ് ദെയർ, ഡിഡ്ന്റ് യു എന്ന് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ടാഗ്സ് ഉപയോഗിക്കുമ്പോൾ യെസ് ഓർ നോ ആണ് പറയാൻ പറ്റുന്നത്. അത് ഒരു ക്ലോസ്ഡ് ക്വസ്റ്റ്യന് പാറ്റേൺ സിമിലർ ആണ്. ഇനി അടുത്തത് വരുന്നത് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് അത് റീസൺസ് പറയാനും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വേർ ഇസ് ദ പെയിൻ എക്സാക്ട്ലി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് ഒരു പ്രോബിംഗ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, ഇസ് ഇറ്റ് ക്ലിയർ, ആർ വി അറ്റ് ദ സെയിം പേജ്, ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അടുത്തത് കൺസെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കൺസെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യു അഗ്രി ടു ഡു ദിസ് ഓർ ഡു യു തിങ്ക് യു ക്യാൻ ഡു ദിസ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആണ്. ഇങ്ങനെ 7 തരം ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത് OET സ്പീക്കിങ്ങിൽ. താങ്ക് യു.